മുമ്പ് പാപി എന്ന് പറഞ്ഞവര് ഇന്നിപ്പോ പിതാവ് പുണ്യവാളനായി. അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനായിട്ട് ആരും തയ്യാറാകില്ല. ബി.ജെ.പിക്കാർ പോലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമെന്ന് എനിക്ക് സംശയമാണ്. പിതാക്കന്മാരോടൊക്കെ പറഞ്ഞിട്ടാണ് ബി.ജെ.പിയിലേക്ക് വന്നതെന്നാണ് അത് പുള്ളി പറഞ്ഞ പിതാക്കന്മാരുടെ അനുവാദ പത്രം മേടിച്ച് നിങ്ങളാരും കണ്ടോ? അത് പിതാക്കന്മാരെ മനുഷ്യരെ പറ്റിക്കാൻ. അപ്പൊ പിതാവ് കൊള്ളാം. മുമ്പ് പാപി എന്ന് പറഞ്ഞവര് ഇന്നിപ്പോ പിതാവ് പുണ്യവാളനായി. അപ്പൊ ചിലപ്പോ പാപികളെന്ന് പറഞ്ഞവരെ പുണ്യവാളനാക്കി അവസരം പോലെ ഓരോരുത്തരും ഉപയോഗിക്കുകയും പ്രയോഗിക്കുകയും തള്ളുകയും കൊള്ളുകയും ചെയ്യുന്ന പി.സി. ജോർജിന്റെ നിർവ്വഹിട്ട രാഷ്ട്രീയം കേരളം കണ്ടതാണ്. അതുകൊണ്ട് പി.സി. ജോർജിനെ ഈ കേരളത്തിൽ ഒരു മനുഷ്യരും വിശ്വസിക്കില്ല. അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനായിട്ട് ആരും തയ്യാറാകില്ല. ബി.ജെ.പി. അദ്ദേഹത്തിന് ഒരു സ്ഥാനാർത്ഥ്യം കൊടുത്താൽ ആ ബി.ജെ.പിയുടെ നിലവാരം വരെ താന്നുപോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല ബി.ജെ.പിക്കാർ പോലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമെന്ന് എനിക്ക് സംശയമാണ്. സ്വാഭാവികമായിട്ട് പി.സി. ജോർജ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് ഈ ബി.ജെ.പി ഇങ്ങനെ ഇദ്ദേഹത്തെ എടുക്കാനുള്ള തീരുമാനം ഒരു മണ്ടൻ തീരുമാനമാണെന്ന് കരുതുന്നുണ്ട്. അല്ല, ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു. നിലപാടില്ലാത്ത ആളുകൾ, ഇങ്ങനെ ഒരു രക്ഷയില്ലാത്ത ആളുകളെല്ലാം വരുമ്പോൾ കയറാനുള്ള വഴിയമ്പലമാണോ ബി.ജെ.പി? അത് ഇന്ത്യ ഭരിക്കുന്നൊരു പാർട്ടിയാണ്. ഇപ്പൊ 10 കൊല്ലം ഭരിച്ചു, ഇനിയും 5 കൊല്ലം ഉറപ്പായിട്ടും ഇന്ത്യ ഭരിക്കുമെന്ന ഒരു പാർട്ടിയാണ് നരേന്ദ്രമോദിയുടെ. നരേന്ദ്രമോദി ശക്തമായ ഒരു പ്രവർത്തനവും ഭരണവും നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ ഇളക്കാൻ ഇവരാരും വിചാരിച്ച് സാധിക്കില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുത്തുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പോലും ഒരു ചുക്കും ചെയ്യാനൊക്കത്തില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ നേതാക്കന്മാർ തന്നെ പറഞ്ഞ് നമുക്ക് ബാക്കിയുള്ളവരെല്ലാം കൂടെ ഒന്നിച്ചു നിന്നാൽ ഈ നരേന്ദ്രമോദി തോൽപ്പിക്കാം. ഒന്നിച്ചു നിന്നാൽ അല്ലെ, ഒന്നിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നിച്ചു നിൽപ്പ് ഇല്ലല്ലോ. പ്രതിപക്ഷങ്ങൾ ഒന്നിക്കാൻ കൂടെ സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ അതിന്റെ അർത്ഥം നരേന്ദ്രമോദി 10 കൊല്ലം ഭരിച്ചു, ഇനി 5 കൊല്ലം ഇപ്പോഴേ ഭരിക്കുമെന്നുള്ള ഉറപ്പാണ് എന്ന് എല്ലാ പ്രതിപക്ഷങ്ങളും ഒരേ അവസരത്തിൽ ഒച്ചത്തിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ അവസരത്തിൽ ഇതുപോലുള്ള ദരിദ്രവാസികളെ, നിലപാടില്ലാത്തവരെ പിടിച്ച് സ്ഥാനാർത്ഥികളാക്കി ഇവിടെ നിർത്താൻ ബി.ജെ.പിക്കാർ തയ്യാറാകുമെന്നും തലേ ജനവാസമുള്ളവരാൻ തയ്യാറാകില്ല. ആര് ഒരു തെറ്റില്ല ആരുമായിട്ടും. ഞാൻ ചോദിട്ടെ, അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ പോയി മുഖ്യമന്ത്രി ഇദ്ദേഹത്തിന് കൈ കൊടുത്തിട്ടുണ്ടല്ലോ. അതൊക്കെ പറ്റിയൊന്നും പറയാത്തന്നെ. ഇവിടുത്തെ കേരള മുഖ്യമന്ത്രി പോയി ഇന്ത്യൻ പ്രധാനമന്ത്രി കൈ കൊടുത്തില്ലേ? അതുകൊണ്ട് കൈവരിച്ചു കളഞ്ഞോ? അത് കൊടുത്തത് ആർക്ക്? കേരള മുഖ്യമന്ത്രിയാണ്. ആർക്ക് കൈ കൊടുത്തത്? നരേന്ദ്രമോദിക്കല്ല കൊടുത്തത്, ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ് കൈ കൊടുത്തത്. അതതിന്റെ സംസ്കാരമാണ്, അതിന്റെ മര്യാദയാണ്. അതോടൊപ്പം ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയോടൊപ്പം ഒരു MP ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അയിത്തം ഇവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.